ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കനും മഷ്റൂമും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസും പിന്നെ വേർമസിലി ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റൈസ് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയെടുത്തപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്കൊന്ന് ചോറ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ വേവിക്കുന്നതെന്ന് കാണിച്ചു നിൽക്കാം. ഏത് ബ്രാൻഡ് റൈസ് ആയാലും കുഴപ്പമില്ല, ഏത് സൈസ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ബസ്മതി റൈസ് കിട്ടിക്കോളും. ഇനി അത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികമായിട്ട് വെന്ത് പോകാതിരിക്കും. പിന്നെ അതേപോലെ ബസ്മതി റൈസ് ചൂടുള്ള സമയത്ത് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇളക്കാതെ നമുക്കൊരു പ്ലേറ്റിൽ മാറ്റി വെക്കാം. ഇനി അത് അവിടെ നിന്ന് തണുക്കട്ടെ. കാരണം നമുക്ക് ഈ റൈസ് ഉണ്ടാക്കേണ്ടത് തണുത്ത റൈസ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഓവർ റൈസ് ആണെങ്കിൽ അത്രയും നന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് എന്ന് വെച്ചാൽ മസാലയാണ് കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്ന ഒരു മസാല. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ആയതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട്. 2 തൊട്ട് 2.5 ടീസ്പൂൺ വരെ ആവാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഉപ്പ്, പിന്നെ 10 തൊട്ട് 12 വരെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1 ഗ്ലാസ് അരിയുടെ കണക്കിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് ഒന്ന് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഉള്ളി മാത്രമാണ് ചേർത്തേക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി അങ്ങ് സ്കിപ്പ് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഉള്ളി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഉള്ളി ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. ഈ നല്ലൊരു മണം വരും. നമ്മൾ ചേർത്ത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ അല്ല, ഒരു 400 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അതേപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്ന ടെൻഡർ ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം വേണ്ടി വരില്ല. സോ നിങ്ങൾ ചേർക്കുന്ന ചിക്കൻ്റെ വേവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി അതെല്ലാം വീണ്ടും ഒന്ന് ഡ്രൈ ആയി വന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് അതായത് കുറേ സമയം എടുത്ത് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആക്കുന്നില്ല. അപ്പോഴേക്കും ഞാൻ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ചേർത്തേക്കുന്ന മഷ്റൂം കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഇനി ചിക്കൻ ഇല്ലെങ്കിലും മഷ്റൂം വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഞാൻ മഷ്റൂം എൻ്റെ ഉള്ളത് കൊണ്ട് അതങ്ങ് ചേർത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. മഷ്റൂമിന് അധികം വേവില്ല. മഷ്റൂമിൽ നിന്നൊരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും. അതൊന്ന് വറ്റി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തോളും. പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം. കാരണം ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് തുടങ്ങാം. ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അടുത്തത് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒരു 1/2 മുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടാവും. വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/2 മുറി എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇത് രണ്ടും ഓപ്ഷനിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തിട്ടും ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ക്യാബേജും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുന്നുണ്ട്. ഈ ക്യാബേജിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെ റോ ടേസ്റ്റ് പോകാൻ പാടില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് വഴറ്റിയിട്ടോ അല്ലെങ്കിൽ വേവിക്കുന്നൊന്നുമില്ല. കുറച്ച് നേരം മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ചിക്കൻ ക്യൂബ്സ് ആണ്. ഈ ചിക്കൻ ക്യൂബ്സ് ചേർക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റി നല്ല ടേസ്റ്റ് ആക്കി എടുക്കും. ഇനി അതില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദം ഉണ്ടാവും കേട്ടോ. ചിക്കൻ്റെ ആ ഒരു ചിക്കൻ ക്യൂബ്സിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയായിട്ട് ഉപ്പ് ചേർക്കാതിരുന്നത്. ആൻഡ് ഈ ഒരു റെസിപ്പിയിൽ ഉപ്പ് ചേർക്കുന്നില്ല. ബിക്കോസ് ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. നിങ്ങളത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി റൈസ് ചേർത്താൽ മതിയാവും ഡയറക്റ്റായിട്ട്. ഇനി അത് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണം ഫുൾ, അതായത് ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സാണ് വരുന്നത്. അത് 2 ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ റൈസും ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട്
പറ്റുന്നത്രയും ഫ്രൈ ചെയ്തെടുക്കുക. പറ്റുന്നത്രയും എത്ര നേരം നിങ്ങൾ ഫ്രൈ ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. ഇനി ഒരു പകുതിയോളം ഫ്രൈ ആക്കാനേ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈസ് റെഡിയാണ്. ഇതിന് പ്രത്യേകിച്ച് എന്ത് പേര് വെക്കണം എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും നമുക്കൊരു ചിക്കൻ മഷ്റൂം ഫ്രൈഡ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടേതായ രീതിയിൽ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലില്ലാത്ത ഐറ്റംസ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മാറ്റി മറിച്ചും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് വെർമിസെല്ലി ഉപ്മാവാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് അതൊന്ന് കളർ മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിനകത്ത് വേറെ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. ബീൻസിന് അധികം വേവില്ല, പക്ഷേ ക്യാരറ്റിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് സമയം അതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് വെർമിസെല്ലിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത്രയും തിന്നായിട്ടുള്ളൊരു വെർമിസെല്ലിയാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് എത്ര തിന്നാന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾ ഈ സേമിയ പായസത്തിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അങ്ങനത്തെ ഒരു വെർമിസെല്ലിയാണിത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. നമുക്ക് ഈ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കനമുള്ള ഒരു വെർമിസെല്ലി ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്രയും തിന്നായിട്ടുള്ള വെർമിസെല്ലി യൂസ് ചെയ്യുമ്പം. ആൻഡ് ഇത് വീറ്റാണ്. അപ്പോൾ ഇത് പൊടിച്ച് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ക്യാരറ്റും ബീൻസും ഒക്കെ വെന്തോന്നൊന്ന് നോക്കാം. നോക്കിയപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാരറ്റൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. കാരണം അതിന് അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഫ്രോസൺ ആകുമ്പോൾ അധികം വേവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. കളറിനനുസരിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. വെർമിസെല്ലി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന് പകരം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെർമിസെല്ലിയിൽ എല്ലായിടത്തും വെജിറ്റബിൾസ് ഒക്കെ എത്തിയെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഇങ്ങനെ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് മാത്രം വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം ഇളക്കിയിട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് മതി. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ അതേപോലെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഈ സേമിയ ഒന്നും വെർമിസെല്ലി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതായത് തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് റെഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാരങ്ങനീര് ചേർക്കാം. പക്ഷേ എനിക്ക് നാരങ്ങനീര് ചേർക്കുന്ന അത്ര ഇഷ്ടമല്ല. ആൻഡ് അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.